ബാലൻ സിനിമയുടെ ഒരു ട്രെയിലർ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ബാലൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പം. ബാലൻ എനിക്ക് ഒരു അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെറിയ പയ്യൻ്റെ ഒരു കഥ, ഏതൊരു വെറൈറ്റി കഥയായിരിക്കും. അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂ ആണ്. എല്ലാവരും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്രൂ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എൻ്റെ കഥാതിരക്കഥ എഴുതിയത് ജിത്തു മാധവൻ അറിയാലോ. ആവേശവും രോമാഞ്ചവും ഒക്കെ ഡയറക്റ്റ് ചെയ്ത ജിത്തു മാധവനാണ്. സംവിധാനം ചിദംബരത്തിൻ്റെ പടം 2 പടം, അതായത് മഞ്ഞുമ്മൽ ബോയ്സ്, ജാനേമനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ചിത്രം. ബേസിൽ ജോസഫിൻ്റെ ഒരു ബ്രേക്ക് കൊടുത്ത ചിത്രം ജാനേമൻ. പിന്നെയുള്ളത് ഇതിൻ്റെ മ്യൂസിക് സുഷീൻ ശ്യാം, KVL പ്രൊഡക്ഷൻസ്, ഹർഷൻ്റെ എഡിറ്റിങ്, ഒന്നും പറയേണ്ടതായിട്ട് ക്രൂ നമ്പർ 1 ക്രൂ ആണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പടം വേറെ ലെവലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു നിഗമനം. അതാണ് എൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് ആൾക്കാർക്ക്, അതായത് ക്രൂവിന് കൊടുക്കേണ്ട ആ റെമ്യൂണറേഷൻ തന്നെ നമ്മൾ ഓർത്താൽ മതി. അത്രയും നല്ല ക്രൂ ആണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. വമ്പൻ പ്രതീക്ഷയാണ് ഈ പടത്തിന്, അതായത് ബാലൻ എന്നുള്ള പടത്തിന്. അഭിനയിക്കുന്നത് ഏകദേശം എല്ലാവരും പുതുമുഖങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ചന്തു സലീം കുമാറുണ്ട്, ലാൽ ജൂനിയർ ഉണ്ട്, പിന്നെ ടോവിനോ ഒരു ചെറിയൊരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടായിട്ട് തോന്നുന്നത്. ജൂൺ 19 പടം റിലീസ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഷോ തന്നെ കണ്ട് അഭിപ്രായം പറയാം. ട്രെയിലർ കാണാത്തതുകൊണ്ട് കണ്ടു നോക്കട്ടെ. എല്ലാവരും കണ്ടു കാണും. ഏകദേശം 6 മില്യൺ 6 മില്യൺ ആൾക്കാർ ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ. കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ സീരീസ് കൂടെ സൈക്കോളജിക്കൽ ത്രില്ലർ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഏതായാലും എനിക്ക് വമ്പൻ പ്രതീക്ഷയാണ് ബാലനുള്ളത്. ജൂൺ 19 കണ്ടിട്ടുള്ള റിവ്യൂവായി വീണ്ടും വരാം. ഓക്കെ.